എം.എ. യൂസഫ് അലി വാസസ് മുകേഷ് അംബാനി. ആരാണ് ഏറ്റവും വലിയ പണക്കാരൻ? ഇന്ത്യയിലെ കോടീശ്വരന്മാരായിട്ടുള്ള രണ്ട് ബിസിനസ് മാന്ത്രികന്മാർ. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് എം.എ. യൂസഫ് അലിയുടെയും മുകേഷ് അംബാനിയുടെയും ആസ്തി, അവരുടെ കാറുകൾ, ആഡംബര ജീവിതം എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. വീഡിയോ വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ഇവരിൽ ആദ്യം തന്നെ നമുക്ക് എം.എ. യൂസഫ് അലിയിലൂടെ തുടങ്ങാം. 1955 നവംബർ 15-നാണ് തൃശ്ശൂരിലെ നാട്ടികയിലാണ് യൂസഫ് അലി ജനിക്കുന്നത്. തീർത്തും ഒരു മിഡിൽ ക്ലാസ് കുടുംബം തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. ഇന്ന് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ യൂസഫ് അലിയുടെ വളർച്ചയ്ക്കു പിന്നിൽ ഒരു വലിയ കഥ തന്നെയുണ്ട്. 1973 തന്റെ പഠനശേഷം യൂസഫ് അലി നേരെ പോയത് അബുദാബിയിലേക്കാണ്. പിന്നീട് അവിടെ ഇദ്ദേഹം കുറച്ചുകാലം പല ചെറിയ ജോലികളും അങ്ങനെ ചെയ്യും. അങ്ങനെ വർഷം 1989 യൂസഫ് അലി തന്റെ ലുലു എന്ന പേരിൽ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് അബുദാബിയിൽ തുറക്കുകയാണ്. ആളുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒരൊറ്റ കടയിൽ ഒരൊറ്റ സ്ഥലത്ത് ലഭിച്ചതോടുകൂടി ആളുകൾ ഇതിനെ വലിയ രീതിയിൽ തന്നെ ഏറ്റെടുക്കുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ അങ്ങനെ ലുലു ഗ്രൂപ്പ് പതിയെ വളരുകയാണ്. അതോടൊപ്പം യൂസഫ് അലി എന്ന മലയാളിയും അങ്ങനെ വളരുകയാണ്. അങ്ങനെ 2013-ലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലുലു മാള് കേരളത്തിലെ എറണാകുളത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ന് ലോകം മുഴുവനും ലുലു ഗ്രൂപ്പിനുള്ളത് 255-ലധികം വരുന്ന വലിയ വലിയ മാളുകളാണ്. അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 65,000 വരുന്ന ആളുകളാണ് ഇന്ന് ഒരുപോലെ ലുലു ഗ്രൂപ്പിൽ ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു ഷോപ്പിംഗ് മോൾ, ലുലു ഹോസ്പിറ്റലുകൾ, ലുലു റിയൽ എസ്റ്റേറ്റ് എന്നിങ്ങനെ അടങ്ങുന്ന ഒരു വലിയ ശൃംഖല തന്നെയാണ് ഇന്ന് ലുലു ഗ്രൂപ്പ് എന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങളെല്ലാം ഇപ്പോൾ ചിന്തിക്കുന്നത് എത്രയായിരിക്കും ഇദ്ദേഹത്തിന്റെ ആസ്തി എന്നതായിരിക്കും. അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ എം.എ. യൂസഫ് അലിയുടെ ആസ്തി എന്നത് $6.4 ബില്യൺ അഥവാ 55,000 കോടി രൂപക്ക് മുകളിലാണ് ഇന്നത്തെ യൂസഫ് അലിയുടെ ആസ്തി എന്നത്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ ജീവിത രീതി നോക്കുകയാണെങ്കിൽ അതിലൊന്നാമതായിട്ട് വരുന്നത് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള കാറുകൾ തന്നെയാണ്. 9 കോടി രൂപയോളം വില വരുന്ന റോൾസ് റോയ്സ് ഗോസ്റ്റ്, 3 കോടി രൂപയോളം വില വരുന്ന റേഞ്ച് റോവർ വോഗ്യു, 5 കോടി രൂപക്കടുത്ത് വില വരുന്ന ബെന്റിലി ബെന്റയാഗ, 2,80,00,000 രൂപ വില വരുന്ന മെഴ്സിഡസ് ബെൻസ് മേ ബാക്ക് എസ് ക്ലാസ്, 10,50,00,000 രൂപ വില വരുന്ന റോൾസ് റോയ്സ് കള്ളിനാൻ, 3 കോടി രൂപക്കടുത്ത് വില വരുന്ന ലക്സസ് LX 750. ഇനി ഈ പറഞ്ഞ കാറുകളൊന്നും കൂടാതെ തന്നെ മെഴ്സിഡസ് ബെൻസ് GLS, BMW 7 സീരീസ്, മിനി കൂപ്പർ എന്നിങ്ങനെ അടങ്ങുന്ന ഒരു വലിയ ആഡംബര കാറുകളുടെ ശേഖരം തന്നെ ഇന്ന് യൂസഫ് അലിക്കുണ്ട്. ഇനി രണ്ടാമതായിട്ട് വരുന്നത് ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ജെറ്റ് ആണ്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ജെറ്റിന്റെ വില നോക്കുകയാണെങ്കിൽ 483 കോടി രൂപക്ക് മുകളിലാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ജെറ്റിന്റെ വില എന്നത്. G600 എന്ന വളരെയേറെ ആഡംബരത്തോടു കൂടി നിർമ്മിച്ചെടുത്ത ഒരു ജെറ്റാണിത്. ഇനി ഈ ഒരു ജെറ്റിന് പുറമെ ഇദ്ദേഹത്തിന് 100 കോടി രൂപയോളം വില വരുന്ന ഒരു ഹെലികോപ്റ്റർ കൂടെ നമുക്ക് ഇദ്ദേഹത്തിന്റെ ശേഖരത്തിൽ കാണാവുന്നതാണ്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് ഇദ്ദേഹത്തിന്റെ വാച്ചുകളാണ്. ഒരുപാടധികം വളരെയേറെ വില പിടിപ്പുള്ള പല വാച്ചുകളും ഇന്ന് യൂസഫ് അലി ഉപയോഗിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ RM035 റിച്ചാർഡ് മിലെ എന്ന 6 കോടി രൂപയോളം വില വരുന്ന ഒരു വാച്ചാണ് ഇന്ന് കൂടുതലും ഇദ്ദേഹം ഉപയോഗിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത്രയേറെ പണക്കാരനാണെങ്കിലും യൂസഫ് അലിയും അദ്ദേഹത്തിന്റെ ലുലു ഗ്രൂപ്പും ഇന്ന് രാജ്യത്തിന് വഹിക്കുന്ന പങ്ക് വളരെയേറെ വലുതാണ്. പല ദുരന്തങ്ങളായാലും മറ്റു പല മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളായാലും എല്ലാം നമുക്ക് അവിടങ്ങളിലെല്ലാം ഒരു കൈത്താങ്ങായിക്കൊണ്ട് ഇദ്ദേഹത്തെ കാണാവുന്നതാണ്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് അംബാനിയുടെ ജീവിതകഥ ആരംഭിക്കുന്നത്. 1957 ജൂലൈ 15-ന് ധീരുഭായ് അംബാനിയുടെയും ഗോകില ബെന്നിന്റെയും മൂത്ത മകനായിട്ടാണ് അംബാനി ജനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കുടുംബം എന്നത് തീർത്തും ഒരു ലോവർ ക്ലാസ് കുടുംബം തന്നെയായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള അംബാനിയുടെ വളർച്ചയ്ക്കു പിന്നിൽ ഒരു വലിയ പങ്കു തന്നെ അദ്ദേഹത്തിന്റെ പിതാവിനുണ്ട്. സുഗന്ധവ്യഞ്ജനങ്ങളിൽ നിന്നും നൂലുകളുടെ ബിസിനസ്സിൽ നിന്നും കൂടുതൽ ലാഭം കിട്ടി തുടങ്ങിയപ്പോഴാണ് ധീരുഭായ് അംബാനി അങ്ങനെ 1958 റിലയൻസ് കൊമേഴ്ഷ്യൽ കോർപ്പറേഷൻ എന്ന പേരിൽ ഒരു കമ്പനി ആരംഭിക്കുന്നത്. ഇതിലങ്ങനെ ഈ ഒരു കമ്പനിയിൽ അന്നത്തെ കാലത്ത് പ്രധാനമായും വിറ്റഴിച്ചിരുന്നത് ടെക്സ്റ്റൈൽസുകൾ, തുണിത്തരങ്ങളായിരുന്നു. വർഷങ്ങൾ വീണ്ടും അങ്ങനെ മുന്നോട്ട് തന്നെ പോകുമ്പോൾ റിലയൻസ് എന്ന കമ്പനി കൂടുതൽ ഉയരങ്ങളിലേക്ക് കൂടുതൽ വളരുകയാണ്. അങ്ങനെ 1977 ആയപ്പോഴേക്കും
അപ്പോഴേക്കും ധീരുഭായ് അംബാനി റിലയൻസ് എന്ന കമ്പനിയുടെ ഓഹരികളെല്ലാം വിറ്റഴിക്കുകയാണ്. ഇതിലൂടെ മാത്രം കമ്പനിയുടെ ഓഹരികൾ ഇങ്ങനെ വിറ്റഴിച്ചതിലൂടെ മാത്രമായിട്ട് 70 കോടി രൂപക്ക് മുകളിലായിരുന്നു അന്നത്തെ കമ്പനിയുടെ ആസ്തി എന്നത്. പിന്നീട് അങ്ങോട്ട് ധീരുഭായ് അംബാനി അങ്ങനെ റിലയൻസ് കൊമേഴ്ഷ്യൽ കോർപ്പറേഷൻ എന്ന കമ്പനിക്കു കീഴിൽ പുതിയ പല ബിസിനസ്സുകൾ ആരംഭിക്കുകയും കൂടുതൽ കമ്പനികളെ വാങ്ങിക്കൊണ്ട് റിലയൻസ് എന്ന കമ്പനിക്ക് കീഴിൽ കൊണ്ടുവരികയും ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് 2002 ധീരുഭായ് അംബാനി അങ്ങനെ മരണപ്പെടുന്നത്. ആ ഒരു സമയത്ത് റിലയൻസ് എന്ന കമ്പനിയുടെ ആസ്തി എന്നത് 75,000 കോടി രൂപക്ക് മുകളിലായിരുന്നു. ഇങ്ങനെ പിതാവിന്റെ മരണശേഷം അംബാനി റിലയൻസ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിക്കൊണ്ടും സഹോദരനായിട്ടുള്ള അനിൽ അംബാനി വൈസ് പ്രസിഡന്റ് ആയിക്കൊണ്ടും അധികാരമേൽക്കുകയാണ്. എന്നിരുന്നാലും അധികം വൈകാതെ തന്നെ ഇവർക്കിടയിൽ തർക്കങ്ങൾ ഉയർന്നു വരികയാണ്. ഇതോടുകൂടി അവരുടെ അമ്മയായിട്ടുള്ള ഗോകുലബെൻ രണ്ടു പേർക്കും കൂടെ റിലയൻസ് എന്ന കമ്പനി വിഭജിച്ച് നൽകുകയാണ്. അന്നത്തെ കാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വത്ത് തർക്കമായിരുന്നു ഇത്. ഈ ഒരു വിഭജനത്തിൽ അംബാനിക്ക് ലഭിച്ചത് റിലയൻസും IPCLും ആയിരുന്നു. അതുപോലെ തന്നെ അനിൽ അംബാനിക്ക് ലഭിച്ചത് റിലയൻസ് എനർജി, റിലയൻസ് ക്യാപിറ്റൽ, റിലയൻസ് ഇൻഫോകോം എന്നിവയുമായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് തന്റേതായിട്ടുള്ള രീതിയിലും കഴിവിലുമെല്ലാം റിലയൻസ് എന്ന കമ്പനിയെ കൂടുതൽ ഉയർത്താനായിട്ട് അംബാനി തുടങ്ങുകയാണ്. 2011 റിലയൻസ് എന്ന കമ്പനി ബ്രിട്ടീഷ് പെട്രോളിയവുമായിട്ട് കരാർ ഏറ്റെടുക്കുകയാണ്. തുടർന്ന് തൊട്ടടുത്ത വർഷമായിട്ടുള്ള 2014 നെറ്റ്വർക്ക് 18 എന്ന കമ്പനിയെയും കൂടി റിലയൻസ് എന്ന കമ്പനി ഏറ്റെടുക്കുകയാണ്. തുടർന്ന് തൊട്ടടുത്ത വർഷമായിട്ടുള്ള 2016 ജിയോ എന്ന പേരിൽ അംബാനി ടെലികോം കമ്പനിയുമായിട്ട് രംഗത്തേക്ക് വരുന്നത്. വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ധാരാളം ഉപഭോക്താക്കളെ ജിയോയിലേക്ക് എത്തുകയാണ്. ഇന്ന് ജിയോ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത് 43 കോടി ആളുകളാണ്. ജിയോ എന്ന കമ്പനി ഇന്ന് അദ്ദേഹത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു വലിയ മാറ്റം തന്നെയാണ് ഉണ്ടാക്കിയത്. ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്നത് $98 ബില്യൺ അഥവാ 8 ലക്ഷം കോടി രൂപക്ക് മുകളിലാണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ ജീവിത രീതി നോക്കുകയാണെങ്കിൽ അതിലൊന്നാമതായിട്ട് വരുന്നത് അദ്ദേഹത്തിന്റെ ആന്റിലിയ എന്ന വീട് തന്നെയാണ്. 2010 അംബാനി ഇങ്ങനെയൊരു വീടിന്റെ പണി കഴിക്കുന്നത്. ഏകദേശം 15,000 കോടി രൂപ ചിലവഴിച്ചു കൊണ്ടാണ് 27 നിലകളോട് കൂടിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വീട് മുംബൈയിൽ നിർമ്മിക്കുന്നത്. ഈ ഒരു വീടിനകത്ത് നിന്ന് അംബാനിക്ക് മുംബൈ സിറ്റി മുഴുവനായിട്ട് കാണാവുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് വരുന്നത് അദ്ദേഹത്തിന്റെ കാറുകളാണ്. 170ലധികം വരുന്ന വളരെയേറെ ആഡംബര കാറുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇന്ന് ഇദ്ദേഹത്തിനുണ്ട്. അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെയേറെ വില കൂടിയ റോൾസ് റോയ്സിന്റെ പല കാറുകളുണ്ട്, ലംബോർഗിനിയുടെ പല കാറുകളുണ്ട്, അതുപോലെ തന്നെ ഫെരാരിയുടെ പല കാറുകളുണ്ട്. എന്നിങ്ങനെ അടങ്ങുന്ന 125 കോടി രൂപ മൂല്യമുള്ള ഒരു ആഡംബര കാറുകളുടെ ശേഖരം തന്നെ ഇന്ന് അംബാനിക്കുണ്ട്. മൂന്നാമതായിട്ട് വരുന്നത് ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ജെറ്റാണ്. 10ലധികം വരുന്ന വളരെയേറെ ആഡംബരത്തോടു കൂടിയ ജെറ്റുകളാണ് ഇന്ന് മുകേഷ് അംബാനിക്കുള്ളത്. അതിൽ തന്നെ 1000 കോടി രൂപയോളം വില വരുന്ന പല ജെറ്റുകളും നമുക്ക് കാണാവുന്നതാണ്. ഇനി ഈ ഒരു ജെറ്റുകൾക്ക് പുറമെ 2 ഹെലികോപ്റ്ററുകളും ഇദ്ദേഹത്തിനുണ്ട്. ഇനി നാലാമതായിട്ട് വരുന്നത് ഇദ്ദേഹത്തിന്റെ വാച്ചുകളാണ്. 22 കോടി രൂപ വില വരുന്ന റിച്ചാർഡ് മിലെ RM 5204 സ്കള്ള് ബ്ലൂ, 68 കോടി രൂപയോളം വില വരുന്ന പാട്ടക് ഫിലിപ്പ് ഗ്രാൻഡ് മാസ്റ്റർ 6300G, 54 കോടി രൂപയോളം വില വരുന്ന പാട്ടക് ഫിലിപ്പ് സ്കൈ മൂൺ ടൂർ ബില്ലർ, 3 കോടി രൂപയോളം വില വരുന്ന ഓക്ക് പെർപെക്ച്വൽ ലിമിറ്റഡ് എഡിഷൻ, 8 കോടി രൂപയോളം വില വരുന്ന പട്ടാക് ഫിലിപ്പ് നോട്ട്ലെസ് എന്നിങ്ങനെ അടങ്ങുന്ന 250 കോടി രൂപയോളം മൂല്യമുള്ള വാച്ചുകളുടെ ഒരു ശേഖരം തന്നെയാണ് ഇന്ന് അംബാനിക്കുള്ളത്. ഇന്ന് റിലയൻസ് ഗ്രൂപ്പിൽ ലോകം മുഴുവനായി കൊണ്ട് ജോലി ചെയ്യുന്നത് 3,47,000 വരുന്ന ആളുകളാണ്. മുകേഷ് അംബാനി ഇന്ന് ലോക സമ്പന്നരുടെ ആദ്യ 10 സ്ഥാനങ്ങളിൽ നിന്ന് ചില പ്രശ്നങ്ങൾ കാരണം, ഏറ്റക്കുറച്ചിലുകൾ കാരണം പിന്നോട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ ഈ പറഞ്ഞ MA യൂസഫ് അലിയുടെയും മുകേഷ് അംബാനിയുടെയും കഥയിൽ നിങ്ങൾക്ക് ആരുടെ ജീവിത രീതിയാണ് ഇഷ്ടപ്പെട്ടത്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.